നമ്മുടെ ഈ സൈറ്റിൽ ഈ ഒരു സ്റ്റെയർ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ചെറിയൊരു പ്ലോട്ടിൽ 5 സെൻറ്റ് സ്ഥലത്ത് വരുന്ന ഒരു പ്ലോട്ടിലാണ് നമ്മൾ ഈ പ്ലാനിലാണ് ഈ സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരു ലിവിങ്ങിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റെയർ വരുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ വരുമ്പോൾ ആ ലിവിങ് ഒന്നും കൂടെ കൺജസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഓപ്പൺ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റെയർ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ കാരണം. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ സ്റ്റെയറും അതുപോലെ തന്നെ ഇതും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ ആവും വരിക. പക്ഷേ ഇവിടെ നമ്മൾ അപ്പിയറൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് 4.2 പൈപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ 8 mm 8 ഇഞ്ച് വീതിയിൽ വരുന്ന MS പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നോർമലി നമുക്ക് അത്തരത്തിലുള്ളൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്റ്റെയർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.